ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എങ്ങനെയെല്ലാം പ്രാർത്ഥനയിൽ വളരാമെന്ന് വിചിന്തനം ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്താണ് പ്രാർത്ഥന? നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതുപോലെ ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. വിശുദ്ധരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന പങ്ക് എത്രമാത്രമുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രാർത്ഥനയും യുവജനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യ ആയുസ്സിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യവും അത്രയും തന്നെ വെല്ലുവിളികളും നിറഞ്ഞതാണ് യൗവനം. പലപ്പോഴും ലോകസുഖങ്ങളിൽ മുഴുകിപ്പോകുന്ന ഒരു പറ്റം കുഞ്ഞാടുകളായിട്ടാണ് യുവാക്കളെ കരുതി പോരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഉപദേശങ്ങൾ കേൾക്കുന്നതും ഈ ഒരു വിഭാഗക്കാരാണ്. പലപ്പോഴും കുടുംബ പ്രാർത്ഥനകളിൽ നിന്നും ഇടവക ദേവാലയത്തിൽ നിന്നും ഇവർ അകറ്റപ്പെടുന്നതായി കാണാറുണ്ട്. എന്തായിരിക്കും കാരണം? 12 വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കിയിട്ടും വിശ്വാസം ഇല്ലാതാകുന്നതാണോ? അതോ നേടിയെടുത്ത വിശ്വാസം ചാരം വീണ് മൂടിപ്പോകുന്നതോ? പലപ്പോഴും യൗവന കാലഘട്ടം ഒരു ധൂർത്തപുത്രന്റെ കാലഘട്ടമായിട്ടാണ് നമുക്ക് പ്രകടമാവുക. ധൂർത്തപുത്രന്റെ അപ്പന്റെ സ്നേഹം അറിഞ്ഞവനായിരുന്നു. എന്നാൽ തൻ്റെ യൗവനത്തിലെത്തിയപ്പോൾ ആ സ്നേഹത്തെക്കാൾ വലുത് മറ്റു പലതുമാണെന്ന ചിന്ത അവനിലുണ്ടായി. എന്നാൽ ഏറെ താമസിയാതെ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചെത്തുന്ന ധൂർത്തപുത്രനെയും നാം കാണുന്നുണ്ട്. ഇത് തന്നെയാണ് നാം യുവജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഈ ലോക ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ പലപ്പോഴും പല മുൻഗണനകളും മാറി മറിഞ്ഞു വരുന്നു. എന്നാൽ നാം ഓർക്കേണ്ടത് തിരിച്ചു നടക്കാൻ അവസരമുണ്ടെന്നതാണ്. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പ്രയോജനമില്ലെന്നത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം തിരുത്തലുകളും തിരിച്ചു നടക്കലുകളും നാം കാണാറുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ തിരുത്തലുകൾക്ക് വിധേയപ്പെടണമെന്ന് മാത്രം. ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രസക്തി. പ്രാർത്ഥന എന്നത് ഒരു തിരിച്ചറിവാണ്, തിരിച്ചു നടത്തമാണ്, അതിലെല്ലാം ഉപരി പ്രതീക്ഷയാണ്, സ്വയം സമർപ്പണമാണ്. ഏത് സാഹചര്യത്തിലും ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്നുള്ള ഏറ്റുപറച്ചിലാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ഒരു ജീവിതമാണ് അജ്നയുടേത്. തൻ്റെ യൗവനത്തിൽ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടപ്പോഴും അതെല്ലാം ധീരതയോടെ നേരിടാൻ അവൾക്ക് ശക്തി പകർന്നത് ദിവ്യകാരുണ്യമാണ്. അവൾ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടിയായി. ഒത്തിരിയേറെ ചോദ്യങ്ങളും അതിനേക്കാളേറെ സംശയങ്ങളും അതിലുമേറെ സ്വാതന്ത്ര്യവും വഴി നടത്തുന്ന യൗവനത്തിൽ ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി പ്രശോഭിക്കട്ടെ. നമ്മുടെ ആഘോഷങ്ങൾ ദൈവത്തെ തള്ളിക്കളയുന്നതാകാതിരിക്കട്ടെ. ജപമാലയും ദിവ്യകാരുണ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 14-17 വാക്യങ്ങൾ.